പ്രാർത്ഥനയോടെ അല്പസമയം ദൈവവചനത്തിലേക്ക് നമുക്ക് നോക്കാം. ആമേൻ. അതിനാധാരമായി എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വേദഭാഗങ്ങൾ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. മതി. പ്രൈസലോ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ മലാക്കി പ്രവാചകന്റെ പുസ്തകം വരെ നമ്മൾ പഠിക്കുമ്പോൾ പ്രവാചകന്മാരിലൂടെ ദൈവം എന്ത് ചെയ്തു? പിതാക്കന്മാരോട് അരുളി ചെയ്തു, ആലോചന പറഞ്ഞു കൊടുത്തു. എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ഈ വചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിനും മത്തായിയുടെ സുവിശേഷത്തിനും ഇടയിൽ ഏകദേശം 400 വർഷത്തെ സൈലന്റ് പീരീഡ് ഉള്ളതായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡ് അല്ലെങ്കിൽ സൈലന്റ് പീരീഡ് എന്നാണ് നമുക്ക് ആ 400 വർഷത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം അല്പസമയത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ചില കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ മിണ്ടാതെ ഇരിക്കുന്നത്. സ്തോത്രം. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ നടുവിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയത്തുമൊക്കെ നമ്മൾ അനുഭവിക്കുന്ന, നമ്മളെ ഒരുപക്ഷെ നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ദൈവം എന്തുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്. സ്തോത്രം. ദൈവം എന്തുകൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത്? ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ ഇടപെടാതിരിക്കുന്നത്? സ്തോത്രം. ഈ ഒരു ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിനകത്തുണ്ട്. അതിനൊരു ഉത്തരം വളരെ വേഗത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയട്ടെ. സ്തോത്രം. ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. എന്നാൽ പ്രാരംഭമായിട്ട് 1 ശമൂവേൽ 7-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വേദഭാഗങ്ങൾ വായിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ തന്നെയാണ്. ഞാനൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. 1 ശമൂവേൽ 7-ന്റെ 1-2. കിര്യത്ത് യെയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവന്റെ മകനായ എലെയാസനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്ത് യെയാരീമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. അപ്പം ദൈവത്തിന്റെ പെട്ടകം കിര്യത്ത് യെയാരീമിലായിട്ട് ഏറിയ കാലമായി, ഏകദേശം 20 വർഷക്കാലം ആമേൻ ആ ഭവനത്തിനകത്ത് ആ പെട്ടകം ഇരിക്കുകയാണ്. സ്തോത്രം. ആ ഒരു കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ സർവശക്തനായി ദൈവം ഇടപെടുന്നില്ല. പ്രൈസലോ. ഈ പെട്ടകം അവിടെ നിന്ന് ദൈവത്തിൻ്റെ ജനം കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. 20 വർഷക്കാലം ഈ പെട്ടകത്തെ ഒരുവനെ വിശുദ്ധീകരിച്ച് അതിനെ കാക്കുവാൻ ആ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ വെക്കുകയാണ്. സ്തോത്രം. ഇതിൻ്റെ പുറകിലുള്ള പശ്ചാത്തലം നമുക്കറിയാം. നമുക്ക് ഏലി പുരോഹിതന്റെ കാലഘട്ടം തൊട്ട് പഠിക്കുമ്പോൾ ഏലി പുരോഹിതൻ പ്രായാധിക്യത്തിലായി, കണ്ണ് കാണാൻ മേലാതെയായി. തൻ്റെ മക്കളായ ഹൊഫ്നിയും ഫിനഹാസും ഒക്കെ പാപത്തിൻ്റെ വഴികളിലേക്ക് പോകുകയാണ്. പ്രൈസലോ. ആമേൻ. അങ്ങനെ പാപം ചെയ്യുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഏലി പുരോഹിതൻ അവരെ ഉപദേശിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കൊക്കെ കടന്നു വരികയാണ്. പിന്നീട് നമുക്ക് വചനം പഠിക്കുമ്പോൾ ഫെലിസ്ത്യർ കടന്നു വന്ന് യുദ്ധത്തിന് വേണ്ടി കടന്നു വരികയാണ്. അപ്പോൾ ഫെലിസ്ത്യരുടെ മുമ്പിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നു. അപ്പോൾ ഹൊഫ്നിയും ഫിനഹാസും ഒക്കെ തീരുമാനം എടുത്തു, നമ്മൾ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പെട്ടകം എടുത്തുകൊണ്ട് വന്നിട്ട് എവിടെ കൊണ്ടുവെക്കണം? നമ്മുടെ പാളയത്തിൻ്റെ അകത്ത് കൊണ്ടുവെക്കണം. പ്രൈസലോ. അപ്പോൾ പാളയത്തിലേക്ക് ദൈവത്തിൻ്റെ പെട്ടകം വന്നപ്പോൾ ഫെലിസ്ത്യർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പറയുകയാണ്, നോക്കുക, പ്രൈസലോ, ശക്തനായ ദൈവം അവരുടെ പാളയത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ഈ ദൈവമാണ് മിസ്രൈമിലെ ബാധകളാൽ, ഹല്ലേലൂയ, പീഡനങ്ങളാൽ, ബാധകളാൽ ഒക്കെ ബാധിച്ചത്. പ്രൈസലോ. ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മളെ ആര് വിടുവിക്കുമെന്ന് ഫെലിസ്ത്യർ ഭയപ്പെടുകയാണ്. പ്രൈസലോ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പെട്ടകം പാളയത്തിനകത്ത് വന്നപ്പോൾ ഇസ്രായേൽ
ഇസ്രായേൽ ഭയങ്കര ഒച്ചത്തിൽ ആരാധിക്കുകയാ, മറുവശത്ത് ഫെലിസ്തീൻ അത് കേട്ടിട്ട് പേടിക്കുകയാ. ഈ ദൈവം ശക്തനായ ദൈവമാണെന്ന് അവരറിഞ്ഞിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ ആര് രക്ഷിക്കും? നമ്മളിവിടെ മിണ്ടാതിരുന്നാൽ നാളെ നമ്മൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിലേക്ക് പോയതുപോലെ ഇസ്രായേൽ മക്കളുടെ അടിമത്തത്തിലേക്ക് നമ്മൾ പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും ഒരുമിച്ച് ധൈര്യത്തോടെ എഴുന്നേൽക്കുക, യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ആ ഫെലിസ്ത്യർ ആ യുദ്ധത്തിൽ ജയിക്കുകയാണ്. കാരണം സർവശക്തനായ ദൈവം ഇസ്രായേലിന് വേണ്ടി, തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി നിൽക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമൊന്നും സംസാരിക്കുന്നില്ല, ദൈവമൊന്നും ഇടപെടുന്നില്ല. ആ യുദ്ധത്തിനകത്ത് ഫെലിസ്ത്യർ ജയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പെട്ടകം ആമെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ആ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് കടന്നു വരികയാണ്. അസ്തോദിൽ ആ പെട്ടകം വരുന്നു. പ്രൈസ് ദി ലോർഡ്. അസ്തോദിൽ ആ പെട്ടകം വരുമ്പോൾ ദാഗോന്റെ ക്ഷേത്രത്തിൽ അതിനെ കൊണ്ട് വെക്കുന്നു. ദാഗോൻ അടുത്ത ദിവസം എന്ത് ചെയ്യുക? ആമെ കമന്ന് വീണ് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വിഗ്രഹം തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം. അവിടെ നിന്ന് അസ്തോദിൽ നിന്ന് ആ പെട്ടകം ഗത്തിലേക്ക്, ഗത്തിൽ നിന്ന് എക്രോനിലേക്കൊക്കെ അയക്കുകയാണ്. കാരണം ഈ പെട്ടകം എതുവഴിയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം പല സംഹാരങ്ങൾ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ജനം വളരെയധികം പേടിച്ചു, ഫെലിസ്ത്യർ ഭയങ്കര പേടിച്ചു. ഈ ആമെ പെട്ടകത്തെ മടക്കി ഇവരുടെ സ്വന്തം ദേശത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആമെ യാത്ര അയക്കുന്നതൊക്കെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ അതിൻ്റെ 19-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുക കൊണ്ട് ആമേ ബേത്ത്ശേമ്യർ എന്ത് ചെയ്തു? അവരെ സംഹരിച്ചു. അതുകൊണ്ട് ബേത്ത്ശേമ്യർ കിര്യത്തെയാരി നിവാസികളോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പെട്ടകം ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അങ്ങനെ ഈ പെട്ടകം കിര്യത്തെയാരി നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ എലയാസറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്തെയാരിമിലായിട്ട് ഏറിയ കാലം 20 സംവത്സരമായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമക്കളെ, ഒരു ആത്മീയ ചിന്ത പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ജനം വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലായി. ആമേൻ. ഒരു വലിയ യുദ്ധത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാ. ആമേൻ. അവർക്കൊരു കാര്യം അറിയാം, ജയിക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം ഇല്ലാതെ ശത്രുവിനോട് ജയിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പെട്ടകമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പെട്ടകമാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിക്കുന്നത്. ആ പെട്ടകം പ്രൈസ് ദി ലോർഡ് ആമേൻ അവരുടെ പാളയത്തിലേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് ജയിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു. എന്നാൽ അവിടെ ജയമുണ്ടായില്ല, പരാജയമുണ്ടായി. പ്രൈസ് ദി ലോർഡ് ആമേൻ. വീണ്ടും 20 സംവത്സരത്തോളം പെട്ടകം ആരും ശ്രദ്ധിക്കാത്ത നിലകളിൽ ഒരു ഭവനത്തിൽ വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഹല്ലേലൂയ ഇവർക്ക് യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ജനം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ആമേൻ. ഇവര് ദൈവസന്നിധിയിൽ അനുതപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവര് ദൈവസന്നിധി കരയാൻ തുടങ്ങുകയാണ്. ഇവര് ശമൂവേലിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ആമേൻ ഞങ്ങളെ വിടുവിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ശമൂവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. അതിൻ്റെ ആമേൻ 3-ാമത്തെ വാക്യം, അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെ അസ്തുര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യും, എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആമേൻ ഈ ജനം എന്ത് ചെയ്യുകയാണ്? അനുതപിക്കുകയാണ്, കുറവുകൾ ഏറ്റുപറയുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിഗ്രഹങ്ങളെ എല്ലാം എടുത്തു മാറ്റിയിട്ട് അവരുടെ ദേശത്തെ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ ശുദ്ധീകരണത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മിസ്മയിൽ അവർ ഒരുമിച്ച് കൂടുകയാണ്. അവർ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കൂടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആമേൻ. ശമൂവേൽ അവർക്ക് വേണ്ടി ദൈവസന്നിധി യാഗം കഴിച്ചു പ്രാർത്ഥിക്കുകയും ദൈവം ഹല്ലേലൂയ ഫെലിസ്ത്യരുടെ നടുവിൽ നിന്ന് ഒരു ശക്തമായ വിടുതൽ ഇസ്രായേലിൽ നിന്ന് നൽകി കൊടുക്കുകയും ചെയ്യുകയാണ്. അവിടെ ദൈവം അവരോട് സംസാരിക്കുന്നതായിട്ട്, ഇടപെടുന്നതായിട്ട് വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. പ്രാരംഭമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് ഇടപെടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കാതിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവ സാന്നിധ്യത്തിന് നമ്മൾ എത്ര വില കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ സാന്നിധ്യം അന്വേഷിച്ചിട്ട് എത്ര ദിവസമായി, എത്ര സമയമായി, എത്ര മാസങ്ങളായി ആ സാന്നിധ്യത്തിന് നടുവിൽ ഇന്ന് പകൽക്കാല സങ്കീർത്തനത്തിലൂടെ കേട്ടതുപോലെ എത്ര പേർ ആ
സാന്നിധ്യത്തിന്റെ നടുവിലിരുന്ന് കുറവുകളെ ആമേൻ ഏറ്റുപറഞ്ഞ് പരിഹരിക്കുവാൻ സമയങ്ങൾ കണ്ടെത്തുന്നു. പ്രൈസലോ. ആ സാന്നിധ്യം നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ വെച്ചിട്ട് പോകുകയാണോ ചെയ്യുന്നത്, അതോ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്നു. പ്രൈസലോ. പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, പല സാഹചര്യങ്ങളുടെ നടുവിൽ മനസ്സ് തകർന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവം മാറി നിൽക്കുന്നുവെങ്കിൽ, ദൈവം ഉത്തരം തരാതെ നിൽക്കുന്നുവെങ്കിൽ, അത് നമ്മളോടുള്ള ദൈവത്തിന്റെ അനിഷ്ടമല്ല, പിണക്കമല്ല. ദൈവത്തിന്റെ ഹൃദയം മുറിപ്പെട്ടിരിക്കുകയാ, ദൈവത്തിന്റെ ഹൃദയം വേദനപ്പെട്ടിരിക്കുകയാ. കാരണം എന്താണ്? ശ്രേഷ്ഠനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒരു ഭവനത്തിനകത്ത് വെച്ച് മറന്നുപോയിട്ട് അന്യ ദൈവങ്ങളുടെ വഴികളിൽ, അന്യ ആരാധനയുടെ വഴികളിലേക്ക് ആ ജനം കടന്നുപോയപ്പോ ഹല്ലേലൂയ, ദൈവം അവരോട് മിണ്ടാതിരിക്കുകയാ. എന്നാൽ എപ്പോൾ അവർ അനുദപിച്ചുവോ, എപ്പോൾ അവർ കണ്ണുനീരോടെ അടുത്തു വന്നുവോ, എപ്പോൾ അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നുവോ, അവരോട് ഹൃദയമായിട്ട് ദൈവം സംസാരിക്കുകയാ, ദൈവം ഇടപെടുകയാ. പ്രൈസലോ. ഇന്ന് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണം, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ദൈവമേ, ദൈവ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാതെ എൻ്റെ ജീവിതം ലോകത്തിന്റെ വഴികളിലേക്ക് മാറിപ്പോയ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഏറ്റുപറയുക, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എന്നെ ഒരു പ്രാവശ്യം കൂടെ കഴുകി ശുദ്ധീകരിക്കണമേ. ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ എൻ്റെ ജീവിതമായി തീരുവാ ഒന്ന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഹൃദയമായ ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ. ദൈവവൈതലേ, നിന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ, ഇന്നലകളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരുന്നുവെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. അത് ഏറ്റെടുക്കുവാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കുറവുകളൊക്കെ ഒന്ന് പരിഹരിച്ച് അടുത്തു വരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ അനേക ശബ്ദങ്ങൾ കേൾക്കാം, അതൊന്നും കേട്ടില്ലല്ലോ. ഹൃദയത്തിന്റെ അകത്തളങ്ങൾ ഹൃദ്യമായി ഇടപെടുന്ന ഒരു ദൈവശബ്ദമുണ്ട്. മകനേ, മകളെ എന്ന് വിളിക്കുന്ന ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ. ആമേ. പ്രൈസലോ. ഹൃദയമായി നമ്മുടെ അടുക്കൽ കടന്നു വന്ന് ആമേ നമ്മളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അതനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. 1 ശമൂവേൽ 28 അധ്യായം അതിന്റെ 6 വേദഭാഗം വായിക്കാം. 1 ശമൂവേൽ 28 വേദഭാഗം. ശൗൽ യഹോവയോട് ചോദിച്ചാറെ, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. ആമേൻ. ശൗൽ യഹോവയോട് ചോദിച്ചാറെ, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. പ്രൈസലോ. ഹല്ലേലൂയ. ഇവിടെയും ഫെലിസ്തർ യുദ്ധത്തിന് കടന്നു വരികയാണ്. ശൗലിന്റെ ജീവിത അവസാന ഭാഗങ്ങളാണ്. പ്രൈസലോ. ശൗല് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവം സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ എന്ത് ചെയ്തില്ല, ശൗലിനോട് ഇടപെടുന്നില്ല, ആലോചന പറഞ്ഞു കൊടുക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. പ്രൈസലോ. ഇതൊന്നും നമുക്ക് വിവരിക്കാൻ സമയമില്ല. പ്രൈസലോ. ആമേൻ. ശൗലിനോട് ആമേൻ സർവശക്തനായ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൈസലോ. നമ്മൾ ആ 15 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 15 അധ്യായം അമാലിക്കരാണ് യുദ്ധത്തിന് വരുന്നത്. അപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, ഈ അമാലിക്കരെ ഉന്മൂലനാശം വരുത്തണം, അവരുടെ ഇടയിൽ നിന്ന് ശബദാർപ്പിതമായതൊന്നും എടുക്കരുത്. പ്രൈസലോ. പക്ഷെ ശൗൽ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ശബദാർപ്പിതമായിട്ടുള്ള ആമേൻ ഹല്ലേലൂയ ജീവികളെ, ആമേൻ തടിപ്പിച്ച മൃഗങ്ങളെ, ആടുകളെ ഒക്കെ എന്ത് ചെയ്തു? ആമേൻ ഒളിപ്പിക്കാൻ ഇടവന്നു, അതിനെ എടുക്കുവാൻ ഇടവന്നു. എന്നിട്ട് ശമൂവേലിനോട് ദൈവം പറയുകയാണ്, ഇങ്ങനെയുള്ള തെറ്റ് ശൗലിൽ സംഭവിച്ചു. പ്രൈസലോ. ഞാൻ ഇവനെ തള്ളിക്കളഞ്ഞു, ഇവന് പകരം ദാവീദിനെ രാജാവാക്കുന്നു ഒക്കെ പറയുന്നു. ശമൂവേൽ വളരെ ദുഃഖത്തോടെ വേദനയോടെ ശൗലിന്റെ അടുക്കലേക്ക് കടന്നു പോവുക. അപ്പോൾ ശൗല് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്ത് കൊണ്ടുവന്നിരിക്കുകയാ? തടിപ്പിച്ച മൃഗങ്ങളെ യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ശമൂവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസലോ. അതിന്റെ 22 വാക്യം ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അടുത്ത വാക്യം ശൗല് പറയുക, മത്സരം
ആഭിചാര ദോഷം പോലെയും ഷാഢ്യമിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തു നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. പ്രൈസലോ. അപ്പൊ നോക്കുക ദൈവമക്കൾ, ഇവിടെ പറയുന്ന പശ്ചാത്തലം ഇത്രമാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞ കൽപ്പന എന്ത് ചെയ്തു? ശൗൽ ലംഘിച്ചു. പ്രൈസലോ. ദൈവത്തിന്റെ വചനത്തെ ശൗൽ എന്ത് ചെയ്തു? തിരസ്കരിച്ച് കളഞ്ഞു. പ്രൈസലോ. ഹല്ലേലൂയ. അങ്ങനെ തിരസ്കരിച്ച് കളഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യം, ശൗൽ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നിലവിളിക്കുമ്പോൾ ദൈവ സ്വപ്നം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. പ്രൈസലോ. ഹല്ലേലൂയ. ആ സാഹചര്യത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ശമൂവേൽ മരിച്ചു. പ്രൈസലോ. ശമൂവേൽ മരിച്ചതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോ ശൗൽ തൻ്റെ ദേശത്ത് നിന്ന് വെളിച്ചപ്പാടത്തികളെ എല്ലാം ഇറക്കി വിട്ടത് കൊണ്ട് ഇനി വെളിച്ചപ്പാടത്തികളുടെ അടുക്ക പോയി ആലോചന ചോദിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു? ശൗൽ വെളിച്ചപ്പാടത്തിയുടെ അടുക്ക പോകേണ്ട ഒരു സാഹചര്യം കടന്നു വന്നു. ഹല്ലേലൂയ. നോക്കുക. അപ്പോ ശമൂവേൽ അവിടെ പ്രത്യക്ഷമാകുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനു മുമ്പേ നിന്നോട് ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നിന്നെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുകയാ. എന്നിട്ട് ദാവീദിനെ ആ സ്ഥാനത്തേക്ക് ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാ. ഇനി നിന്റെ അപേക്ഷ ദൈവം എന്ത് ചെയ്യത്തില്ല, കേൾക്കത്തില്ല. പ്രൈസലോ. എൻ്റെ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ദൈവ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരുന്നപ്പോ ആ സാന്നിധ്യത്തെ മറന്നു കളഞ്ഞപ്പോ ഹല്ലേലൂയ. രണ്ട്, ദൈവത്തിന്റെ വചനത്തെ ഹല്ലേലൂയ തിരസ്കരിച്ചു കളഞ്ഞപ്പോ, ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കാതിരുന്നപ്പോ ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യുകയാണ്? ആ പ്രാർത്ഥനയ്ക്ക്, ആ നിലവിളിക്ക് പ്രൈസലോ ദൈവം ഉത്തരം നൽകുന്നില്ല. ദൈവം മിണ്ടാതിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 30:20. പ്രൈസലോ. വളരെ വേഗത്തിൽ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 30:20. പ്രൈസലോ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീ ഉത്തരം അരുളുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നീ എന്നെ തുറിച്ചു നോക്കുന്നതേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീ ഉത്തരം അരുളുന്നില്ല. ഞാൻ എഴുന്നേറ്റു നിൽക്കുന്നു, നീ എന്നെ തുറച്ചു നോക്കുന്നതേ ഉള്ളൂ. യോബിന്റെ ജീവിതത്തിനകത്ത് നിലവിളിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഉത്തരം അരുളുന്നില്ല. എന്തിനു വേണ്ടിയാണ്? പ്രൈസലോ. ഹല്ലേലൂയ. പിന്നീട് ദൈവം ആരാണെന്ന് യോബിന് 38-ാമത്തെ അധ്യായം തൊട്ട് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് യോബ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ ഉള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു. ഹല്ലേലൂയ. ആ കണ്ണാൽ കാണുമ്പോൾ യോബ് എന്ത് ചെയ്യുക? തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട് ഒരു അനുതാപത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് യോബ് കടന്നു പോകുകയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം ചില സാഹചര്യങ്ങൾ, ചില കഷ്ടതകളുടെ നടുവിൽ ദൈവം മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസലോ. എന്നെയും നിങ്ങളെയും ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന സമർപ്പണത്തിലേക്ക് ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന അനുതാപത്തിലേക്ക് ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക വിടുതലുകളിലേക്ക് ഒന്ന് നടത്തിയെടുക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഹല്ലേലൂയ. അവിടെ പിശാചിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് ഭക്തനെ ദൈവം അത്ഭുതകരമായ തീച്ചൂളയുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് തിരുവചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. അപ്പൊ ദൈവം എവിടെയെങ്കിലും മിണ്ടാതിരിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെന്റെ ജീവിതത്തിനകത്ത് ആ ദൈവത്തെ ഒന്ന് ആഴമായിട്ട് അനുഭവിച്ചറിയാൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ, ആ മഹത്വത്തിന്റെ മുമ്പാകെ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സമർപ്പിക്കുവാൻ ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം എന്താണോ മടക്കി തരുവാൻ ആഗ്രഹിക്കുന്നത് അതിനെ പ്രാപിച്ചുകൊണ്ട് നന്ദിയുള്ള ജീവിതം നയിക്കുവാൻ എനിക്ക് ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരണം. പ്രൈസലോ. ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എത്രത്തോളം ഞാൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കും, നീ ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യും. ദൈവം പറയുകയാ, ഞാൻ ആരെ വരുത്തും? ബാബിലോണിനെ വരുത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രൈസലോ. അപ്പൊ ഈ ബാബിലോൺ വരുന്ന എന്തിനു വേണ്ടിയാ? 70 സംവത്സരം പ്രവാസത്തിൽ ഈ ജനത്തെ കൊണ്ടേ ആക്കിയിട്ട് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഈ ജനത്തെ ഒരുക്കി പുറത്തു കൊണ്ടുവരുവാൻ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, ചില മേഖലകൾ ദൈവം മിണ്ടാതിരിക്കുന്നുവെങ്കിൽ, ദൈവം സംസാരിക്കാതിരിക്കുന്നുവെങ്കിൽ, ദൈവമക്കളെ നിരാശപ്പെട്ടു പോകണ്ട. നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ദൈവം
ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക് ഒന്ന് കരം പിടിച്ചുയർത്തിക്കൊണ്ടുവരുവാനുള്ള ദൈവിക പദ്ധതികളായതിനെ തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു, എന്നാൽ ഇന്ന് പുത്രൻ മുഖാന്തരം. ഹല്ലേലൂയ. കാലസമ്പൂർണത വന്നപ്പോ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ആമെ കൊണ്ടുവന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള നമ്മളെ വിലക്ക് മേടിച്ച് പുത്രത്വം എന്ന പദവിയിലേക്ക് കൊണ്ടുവരുവാനാണെന്ന് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, 400 വർഷക്കാലം ഒരു സൈലന്റ് പീരീഡ് ആമെ ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ സൈലന്റ് പീരീഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവം അവിടെ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായിട്ടിരിക്കുകയായിരുന്നു? അല്ല. പ്രൈസ് ദി ലോർഡ്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പ്രവാചകന്മാർ മുഖാന്തരം ആമേൻ ദൈവിക വെളിപ്പാടുകളിലൂടെ ദൈവം ജനത്തോട് സംസാരിക്കുന്നില്ലല്ലോ. ആമേൻ ദൈവം എന്ത് ചെയ്യുക? ഒരു വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രവൃത്തി എന്നറിയാമോ? തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ഈ ഭൂമിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ എങ്ങനെയാ ഒരുക്കിയെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഗ്രീക്ക് സിവിലൈസേഷന്റെ കാലഘട്ടത്തിൽ ഗ്രീക്ക് ലാംഗ്വേജ് രാജ്യത്തുടനീളം ആമേൻ ഹല്ലേലൂയ പ്രചരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. റോമൻ ഹല്ലേലൂയ എംപററിന്റെ കാലഘട്ടത്തിൽ റോഡുകൾ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജൂയിഷിന്റെ കാലഘട്ടത്തിൽ ആമേൻ സിനഗോഗുകൾ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ 400 വർഷത്തെ കാലഘട്ടത്തിലാണ് ഫാരൂസീസ്, സാദൂസീസ്, എസ്സീൻസ് എന്ന് പറയുന്ന ആമേൻ ആ ഗ്രൂപ്പുകളൊക്കെ ഉടലെടുത്തു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിനഗോഗുകൾ സ്ഥാപിച്ചു. പ്രാർത്ഥനകളും ദൈവത്തിന്റെ വചന പാരായണങ്ങളും ഒക്കെ അവിടെ ആരംഭിച്ചു. ക്രിസ്തു ജനിച്ചപ്പോ ക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം ആമേൻ ജാതികളിലേക്ക് പരക്കുവാൻ തക്ക നിലകളിൽ ദൈവം എന്ത് ചെയ്തു? ദേശത്തെ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പൊളിറ്റിക്കലായിട്ട്, സോഷ്യലായിട്ട്, റിലീജിയസ് ആയിട്ട് ദേശത്തെ ഒരുക്കിയിട്ട് ആമേൻ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം ആമേൻ എന്തുകൊണ്ടാണ് കാലതാമസം? എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ശ്രേഷ്ഠകരമായതൊന്നിനെ ദൈവത്തിന് വെളിപ്പെടുത്തി കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി അതെന്ന് ദൈവത്തിന്റെ വചന ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് എന്താണ് ഈ സൈലൻസ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ശ്രേഷ്ഠകരമായത് നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുക. അതൊരു ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ പ്രൈസ് ദി ലോർഡ് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ വില കൊടുക്കുന്നവരായി തീരുവാൻ, ദൈവവചനത്തിന് വില കൊടുക്കുന്നവരായി തീരുവാൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ഒന്ന് ആഴമായിട്ട് അനുഭവിച്ചറിഞ്ഞ് നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുവാൻ ഹല്ലേലൂയ ദൈവം തരുന്ന അവസരങ്ങൾ. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോ ആമേൻ യേശു കർത്താവിനെ ചരിത്രത്തിനകത്ത് അവതരിപ്പിക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം 400 വർഷക്കാലം ആമേൻ ചരിത്രത്തിനകത്ത് മിണ്ടാതിരുന്നിട്ട് ആമേൻ ദൈവം തന്റെ പ്രവൃത്തി നിർവഹിച്ച് ആമേൻ ആ പുത്രനെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു. അവനിലൂടെയുള്ള രക്ഷ സകല ജനത്തിനു ദൈവം നൽകി കൊടുക്കുവാൻ ഇടവന്നുവെങ്കിൽ ശ്രേഷ്ഠകരമായത് വെളിപ്പെടുവാൻ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഇന്ന് പലയിടങ്ങളിലും സുവിശേഷ നിമിത്തം അനേകർ കഷ്ടം സഹിക്കുക, അനേക ദൈവദാസന്മാർ ജയിലില്ല. ഓരോ ദിവസവും നിയമങ്ങൾ ആമേൻ നമുക്കെതിരായിട്ട് വരിക. നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കുക. നമ്മൾ വിചാരിക്കും പ്രൈസ് ദി ലോർഡ് എത്ര ഞങ്ങൾ നിലവിളിക്കുന്നു, എത്ര പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അധികാരങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തേ മിണ്ടാതിരിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇങ്ങനെ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായതൊന്നും മധ്യാകാശത്ത് വെളിപ്പെടാൻ പോകുക. പ്രൈസ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ അത് വിശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ. ദൈവം മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദൈവം ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നല്ല. ദൈവം തന്റെ പദ്ധതി ഏറ്റവും വ്യക്തമായി പൂർത്തീകരിക്കുവാൻ പോകുന്നു. കാഹളം ധ്വനിക്കുവാൻ പോകുന്നു. മരിച്ചവർ അക്ഷരായി ഉയർക്കുവാൻ പോകുന്നു. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ മനോഹരമായ സുദിനം ഏറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. വിശ്വസിക്കുന്നവർ അല്പസമയം ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ.
അംധുന നിബലബ ശംദലബല ബല 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 ബല. ഓ ദൈവ സാന്നിധ്യത്തിന് ഇന്ന് പകൽക്കാലം ഒരു വില കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് ഒരു വില കൊടുക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് ഒരു വില കൊടുക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മിണ്ടാതിരിക്കുന്ന ദൈവം എന്തിനു മിണ്ടാതിരിക്കുന്നു എന്ന് ചോദിച്ച ശ്രേഷ്ഠകരമായത് വെളിപ്പെടുവാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. റീവാന ശൗഡബ നിബന്ധനഗദനഗജാന അത്തുന നിബന്ധനഗ ശൗഡബനഗദനഗജാരശ്യാദ. റീബാന ശംദലബല ബല 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 ഉലഗബന ശൗഡബനഗദനഗ ജീവലബല ബല ബല. റീബാന ശൗഡബനഗദനഗ ജീവലബല ബല 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 ശംദലരാജസ്യ അത്തുന റിബദനഗ ബാ രബംധനഗദനഗ ജീവഗ രഗത്യാര.